തൃശൂർ PGയിൽ കാട്ടാനാക്രമണത്തിൽ ഒരു യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ വലിയ പ്രതിഷേധം നടക്കുന്നു. മയിലാട്ടുംപാറ സ്വദേശി ഷിജു ആണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. കുടുംബത്തിന് നഷ്ടപരിഹാരമടക്കം പ്രഖ്യാപിക്കാതെ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ നാട്ടുകാർ. ഷിജുയുടെ പോസ്റ്റ്മോർട്ടം ഇന്നാണ്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. വിഷ്ണു, പറയൂ വിശദാംശങ്ങൾ. ഇന്നലെ വൈകിട്ട് 5:30 കൂടിയാണ് അതിദാരുണമായ സംഭവം ഉണ്ടായത്. 32 വയസ്സ് മാത്രമാണ് ഷിജോയുടെ പ്രായം. വനത്തിലേക്ക് ആടിനെ തീറ്റുന്നതിന് വേണ്ടി പോയതാണ്. അതിനിടയിലാണ് അവിടെ വെച്ച് ഷിജോനെ കാണാതാകുന്നത്. തുടർന്ന് സുഹൃത്തുക്കളും അതോടൊപ്പം നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ആന ചവിട്ടി കൊലപ്പെടുത്തിയ രീതിയിൽ ഷിജോന്റെ മൃതദേഹം ലഭിച്ചത്. അവിടെ നിന്ന് ഈ ജനറൽ ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിച്ചെങ്കിലും അതിനിടയിൽ തന്നെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. വനംവകുപ്പിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നാണ് നാട്ടുകാരുടെ ആരോപണം. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇന്ന് സാധ്യതയുണ്ട്. നഷ്ടപരിഹാരം അടക്കം പ്രഖ്യാപിക്കാതെ മൃതദേഹം സംസ്കരിക്കില്ല എന്ന നിലപാടാണ് ഇപ്പോൾ നാട്ടുകാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ ആയിരിക്കും നമ്മളിപ്പോഴുള്ള ഈ ജനറൽ ആശുപത്രിയിൽ ഷിജോയുടെ പോസ്റ്റ്മോർട്ടം നടക്കുക. 9 മണിയോടുകൂടി ബന്ധുക്കൾ എത്തും. അവരുടെ വിശദമായ പ്രതികരണം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാനത്ത് കാട്ടാന ആക്രമണം വർദ്ധിച്ചു വരുന്നു. പ്രത്യേകിച്ച് വേനലടക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണം വർദ്ധിച്ചു വരുന്നത്. അതിനെ തടയിടാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ശക്തമായി തന്നെ വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അത് തടയാനുള്ള നടപടികൾ വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം വേണമെന്ന നിലപാടും നാട്ടുകാരെടുക്കുന്നുണ്ട്. നഷ്ടപരിഹാരത്തിൽ ഇതുവരെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. വന അതിർത്തിയോട് ചേർന്ന പ്രദേശമാണ്. അതുകൊണ്ട് അതിലൊരു തീരുമാനമെടുക്കേണ്ടത് വനംവകുപ്പാണ്. തീരുമാനം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.